നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വരുന്നുണ്ട്. അതായത് ഇറാനിൽ ജലക്ഷാമത്തിനുള്ള പരിഹാരം അത് ഇസ്രയേൽ കാണുമെന്നാണ് നെതന്യാഹു പറയുന്നത്. മറ്റൊരു വാർത്ത, ഇസ്രയേലിനും അമേരിക്കയ്ക്കും സൗദിക്കുമെതിരെ ഇപ്പോൾ ആരോപണവുമായി വന്നിരിക്കുന്നത് ഹിസ്ബുള്ളയാണ്. അതായത് ലെബനനിലുള്ള ഹിസ്ബുള്ള. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അത് ഇസ്രയേലിൽ നിന്നാണ് വരുന്നത്. ഇറാന്റെ ജലക്ഷാമത്തിന് ഇസ്രയേൽ പരിഹാരം കാണുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ, അതായത് ഇറാനിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടണമെന്നാണ് നെതന്യാഹു ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെയായിട്ട് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഗസയിൽ വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ നിരസിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും അങ്ങോട്ടങ്ങ് പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ മസൂദ് പെഷസ്കിയൻ ഇവിടെ ഇസ്രായേലിനോട് ചോദിക്കുന്നത്. നെതന്യാഹു നേരത്തെ ഒരു വീഡിയോ സന്ദേശത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന, ഇത്തരമൊരു അഭ്യർത്ഥന ഇറാനിലെ ജനങ്ങളോട് നടത്തുന്നത്. നെതന്യാഹു പറയുന്നത് വെള്ളം, വൈദ്യുതി, പണപ്പെരുപ്പം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. നിങ്ങളുടെ രാജ്യം സ്വതന്ത്രമാകുന്ന ആ ഒരു നിമിഷം ഇസ്രയേലിലെ ജലവിദഗ്ധർ, അതായത് ഇസ്രയേലിലുള്ള ജലത്തിന്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എല്ലാ ഇറാനിയൻ നഗരങ്ങളിലേക്കും അത്യാധുനിക സാങ്കേതിക വിദ്യയും അറിവും കൊണ്ടുവരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇറാനിയൻ സർക്കാർ എന്നുള്ളത് അവർ സ്വേച്ഛാധിപതികളാണ്. അതിനാൽ തന്നെ ഇറാനിയൻ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ തെരുവിലിറങ്ങുക ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനെതിരെയാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയൻ ഗസയിൽ എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ലോകം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പ്രതികരിച്ചത്. അതായത് ഇത്തരം വാദങ്ങളെ ഇറാൻ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു വാർത്ത വരുന്നത് ലെബനനിൽ നിന്നാണ്. ലെബനനിൽ ആഭ്യന്തര യുദ്ധ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് ഹിസ്ബുള്ള, മറുവശത്ത് ലെബനൻ സർക്കാർ. ഇതിനെല്ലാം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ഇസ്രയേൽ, അമേരിക്ക, സൗദി തുടങ്ങിയ രാജ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയുടെ അഭിപ്രായത്തിൽ സൗദി എന്നത് അമേരിക്കയുടെ അടുത്ത കൂട്ടാളിയായിട്ടാണ് ഹിസ്ബുള്ള കാണുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ ലെബനിൽ നടക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെബനനിൽ വർഷങ്ങളായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു സ്ഥിരതയില്ലായ്മ, അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന ഒരു രാജ്യമാണ് ലെബനൻ. ഇവിടെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ശക്തമായൊരു സായുധ സംഘം അവർ പ്രവർത്തിക്കുന്നത്. ഹിസ്ബുള്ള ഇറാനുമായിട്ട് വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനൻ രാഷ്ട്രീയത്തിലും സൈനികപരമായിട്ടും തന്നെ ഹിസ്ബുള്ള വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു സംഘടന പലപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത രീതിയിലുള്ള ഒരു തലവേദനയായിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. എന്നാൽ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ള പ്രധാന കാരണം ഈ സമീപകാലത്താണ് ലെബനൻ സർക്കാർ പറയുന്നത്, അതായത് ആയുധങ്ങളൊന്നും ആരും കയ്യിൽ വെക്കണ്ട, എല്ലാം തന്നെ സർക്കാർ കൈവശം വെച്ചോളാം. അതായത് ആയുധങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യുക എന്നാണ് അവിടെയുള്ള സർക്കാർ പറയുന്നത്. എല്ലാ ആയുധങ്ങളും സർക്കാർ സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഇപ്പോൾ ലെബനൻ സർക്കാർ പറയുന്നത്. ഇതൊരു സാധാരണ നടപടിയായിട്ട് പലർക്കും തോന്നാം. എന്നാൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അതായത് അവരുടെ സൈനിക ശക്തിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നടപടി എന്ന രീതിയിലാണ് ഇവർ ഇതിനെ വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഹിസ്ബുള്ള ഇത്തരം ഒരു തീരുമാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൂഢാലോചനയാണ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രയേലി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ഹിസ്ബുള്ള സൗദി അറേബ്യയും കുറ്റപ്പെടുത്തുന്നുണ്ട്. സൗദിയും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൂടെ ചേർന്നുകൊണ്ട് ലെബനൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നാണ് ഹിസ്ബുള്ള അഭിപ്രായപ്പെടുന്നത്. സൗദിയുടെ പേര് ഇവിടെ ഉൾപ്പെടുമ്പോൾ പലർക്കും സംശയം തോന്നിയേക്കാം, എന്തിന് സൗദിയെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു എന്ന്. പക്ഷേ ഈ ഒരു ആരോപണമെല്ലാം ഉന്നയിക്കുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതെല്ലാം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ലെബനനിലെ ജനങ്ങളും രണ്ട് തട്ടിലാണുള്ളത്.
ഒരു വിഭാഗം പറയുന്നത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒരു ആയുധങ്ങൾ കൈമാറണം എന്നുള്ള കാര്യം അത് വളരെയധികം ശരിയാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ മറുവിഭാഗം പറയുന്നത് ഇത്തരം ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല, ആയുധങ്ങളൊന്നും സർക്കാരിന് കൈമാറേണ്ട കാര്യമില്ല എന്നാണ് മറുവിഭാഗം പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ലെബനൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുകയാണോ എന്നൊരു സംശയം പല വിദഗ്ധരും ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ലെബനനിലെ സർക്കാരും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.